സുഹൃത്തുക്കളെ, ഇന്ന് ജീവിച്ചിരിക്കുന്ന മുതിർന്ന ചില CPM നേതാക്കന്മാരെ കുറിച്ചിട്ടുള്ളൊരു പരിശോധന നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ജി സുധാകരൻ സഖാവ്. പുള്ളി കവിത എഴുതുന്ന അസുഖമുണ്ട്. പുള്ളി കവിത എഴുതുന്നതാണ് ഏറ്റവും വലിയ വട്ടിൻ്റെ പീക്കിൽ നിൽക്കുമ്പോഴാണ് കവിത എഴുതുക. എനിക്കും വട്ടുണ്ട്, പുള്ളിക്കും വട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പുള്ളി കവിത എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കവിതയിൽ എന്താണ് ആ കവിത കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് പുള്ളിക്ക് മനസ്സിലാവാറുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. കേട്ടിരുന്ന എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളതും എനിക്കറിയില്ല. എന്തായിരുന്നാലും ജി സുധാകരൻ, അതേപോലെ തന്നെ AK ബാലൻ, EP ജയരാജൻ, PK ഗുരുദാസൻ, പാലോളി മുഹമ്മദ് കുട്ടി, TK ഹംസ, ഈ മുതിർന്ന നേതാക്കന്മാർക്കിടയിലുള്ള അവരുടെ പെരുമാറ്റത്തിലുള്ള, അവരുടെ രാഷ്ട്രീയമായ നിലപാടുകൾക്കകത്തുള്ള, അവരുടെ പ്രസ്താവനകൾക്കകത്തുള്ള ചില വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പാലോളി മുഹമ്മദ് കുട്ടിയെക്കുറിച്ച് നമുക്കറിയാം. പാലോളി മുഹമ്മദ് കുട്ടി 94 വയസ്സുണ്ട് ഇപ്പം. അദ്ദേഹം 79ാമത്തെ വയസ്സിൽ 2011 തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അവസാനിപ്പിച്ചതാണ്. 2011 വരെ അദ്ദേഹം 2006 തൊട്ട് 2011 വരെ പൊന്നാനിയിൽ നിന്നുള്ള MLA ആയിരുന്നു. 2011 വീണ്ടും മത്സരിക്കാൻ വേണ്ടി പാർട്ടി ആവശ്യപ്പെട്ടപ്പം അദ്ദേഹം മത്സരിക്കാതിരിക്കുകയും പകരം അന്ന് DYFIയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്ന ശ്രീരാമകൃഷ്ണനെ അവിടെ കൊണ്ടുവരികയും ചെയ്തു. പാലോളിക്ക് വേണമെങ്കിൽ വീണ്ടും മത്സരിക്കായിരുന്നു, വീണ്ടും MLA ആയിരുന്നു, ഒക്കെയായിരുന്നു. അവിടെയാണ് ജി സുധാകരൻ കണ്ടുപിടിക്കേണ്ടത്. പാലോളിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം, മലപ്പുറം ജില്ലക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പം ഇന്ന് ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരിൽ ഏറ്റവും വിശുദ്ധനായ കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരാളാണ് അദ്ദേഹവും PK ഗുരുദാസനും എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. തലമുതിർന്ന നേതാക്കന്മാരാണ്. ഒരു സന്യാസ തുല്യമായിട്ടുള്ള ജീവിതമാണ് അദ്ദേഹം ജീവിച്ചിട്ടുള്ളത്. സ്വന്തമായിട്ടൊന്നും നേടിയിട്ടില്ല. വാടക വീട്ടിലായിരുന്നു കുറേ കാലം. ഇപ്പോൾ പാലക്കാട് ജില്ലയിലേക്ക് താമസം മാറ്റിയിട്ടുണ്ട്, മക്കൾ വീട് വെച്ചിട്ട്. അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ നാട്ടിൽ വന്ന് അധികം നിൽക്കാറുണ്ടായിരുന്നില്ല. കാരണം ബാപ്പ മന്ത്രിയാകുമ്പോൾ നാട്ടുകാർ ഓരോ ഫേവറൊക്കെ ചോദിച്ചു വരും. ഇത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം വഴിവിട്ട ഒരു കാര്യങ്ങളും, വഴിവിട്ടെന്നുള്ളതല്ല, പേഴ്സണലായിട്ട് അങ്ങനെ സമീപിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന രീതി പാലോളി മുഹമ്മദ് കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം പട്ടാളത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വിവാഹം മുടങ്ങിയത് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടാണ് എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഒരുപാട് വേദനയുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ പെങ്ങൾ പറഞ്ഞു അത് കാര്യമാക്കണ്ടെന്ന്. കാരണം കല്യാണം കഴിക്കാൻ വേണ്ടി വന്ന ചെറുക്കൻ്റെ വീട്ടുകാർ പെണ്ണിൻ്റെ സഹോദരൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നുള്ളത് കൊണ്ട് കല്യാണം വേണ്ട എന്ന് വെച്ച് ഒഴിവാക്കി പോകുമ്പം ആ സഹോദരിയാണ് പാലോളിയെ ആശ്വസിപ്പിച്ചിട്ടുള്ളത്. പാലോളി അത് വളരെ വൈകാരികമായി പങ്കുവച്ചിട്ടുണ്ട്. അത് ഏത് കാലത്താണെന്ന് ആലോചിക്കണം. വളരെ യാഥാസ്ഥിതികമായ മലപ്പുറം ജില്ല പോലെയുള്ള സ്ഥലത്ത് മുസ്ലിം സമൂഹത്തിനിടയിൽ നിന്നൊരു കമ്മ്യൂണിസ്റ്റുകാരൻ വളർന്നു വരികയാണ്. അതുപോലെ തന്നെ അദ്ദേഹം 1965 എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. 65 എന്ന് പറയുമ്പം ഏകദേശം 60 വർഷം മുമ്പ്, അദ്ദേഹത്തിൻ്റെ 34ാമത്തെ വയസ്സിൽ, 61 വർഷം മുമ്പ് അദ്ദേഹത്തിന് 33ാമത്തെ വയസ്സിൽ അദ്ദേഹം മങ്കടയിൽ നിന്നുള്ള MLA ആയിരുന്നു. മലപ്പുറം ജില്ലയിലെ മങ്കടയിൽ നിന്ന് 33ാമത്തെ വയസ്സിൽ 61 വർഷങ്ങൾക്ക് മുമ്പ് MLA ആയിരുന്ന ആളാണ് പാലോളി മുഹമ്മദ് കുട്ടി. അന്ന് പക്ഷെ നിയമസഭ ചേരാൻ പറ്റിയില്ല. ഒരു തൂക്ക് നിയമസഭ വന്നതുകൊണ്ട് 67 അദ്ദേഹം പെരിന്തൽമണ്ണയിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം 96 പൊന്നാനിയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് മന്ത്രിയായി. അന്ന് 96 നായനാർ മന്ത്രിസഭയിൽ മന്ത്രിയായി. അന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ മന്ത്രിയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അതേപോലെ തന്നെ 2006 തൊട്ട് 11 വരെ VSൻ്റെ മന്ത്രിസഭയിൽ അദ്ദേഹം അംഗമായിരുന്നു. അങ്ങനെയാണ് 11 അദ്ദേഹം മാറിക്കൊടുക്കുന്നു. 2011 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കാൻ തയ്യാറാവുന്നില്ല. പാർട്ടി നിർദ്ദേശിച്ചിട്ടും നിർബന്ധിച്ചിട്ടും. ഇപ്പോൾ എല്ലാവരും പറയേണ്ട കാര്യമുണ്ട്. എൻ്റെ ആഗ്രഹം കൊണ്ടല്ല, പാർട്ടി പറഞ്ഞുകൊണ്ട് നിന്നു. പാർട്ടിയുടെ ഉത്തരവ് ശിരസാ വഹിക്കുക എന്നതാണൊരു അച്ചടക്കമുള്ള പ്രവർത്തകൻ്റെ ദൗത്യം. അതുകൊണ്ടാണ് എനിക്ക് പാർലമെന്ററി രാഷ്ട്രീയത്തോട് താല്പര്യമില്ലായിട്ടാണ് എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. EMSനോട് വീണ്ടും വീണ്ടും മത്സരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. EMS മാറിക്കൊടുത്തതാ. EMSന് വേണമെങ്കിൽ മരണം വരെ കേരളത്തിൻ്റെ ഇടതുമുന്നണിക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ കേരളത്തിന് മുഖ്യമന്ത്രി ആകായിരുന്നു. അപ്പോൾ അതിന് നിന്നിട്ടില്ല. അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി വഴിമാറി കൊടുത്തു എന്നുള്ളതാണ് സംഭവിച്ചിട്ടുള്ളത്. ഞാനിതൊന്ന് ട്രൈപ്പോഡ് കുറച്ച് നീട്ടി വെക്കട്ടെ. ഓക്കെ, എന്നിട്ട് വെറുതെ ഇങ്ങനെ പറയും പാർട്ടി നിർബന്ധിച്ചുകൊണ്ടാണ് നിന്ന്, പാർട്ടി നിർബന്ധിച്ചുകൊണ്ട് നിന്ന്. ഇവൻ ആഗ്രഹം ഉണ്ടായിട്ടാണ് നിൽക്കണേ. പാലോളി പാർട്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടുണ്ട്. പാലോളി പറഞ്ഞു ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 11 മാറി. 11 മത്സരിച്ചില്ല, 16 മത്സരിച്ചില്ല, 21 മത്സരിച്ചില്ല. എന്നാൽ പാർട്ടിയുടെ നിർണായക ഘട്ടങ്ങളിലെല്ലാം അദ്ദേഹം വേണ്ട രീതിയിൽ ഇടപെടുന്നുണ്ട്. പാർട്ടിയുടെ CPMൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. പിന്നീട് അങ്ങനെ തുടങ്ങി അദ്ദേഹം LDFൻ്റെ സംസ്ഥാന ഇടതുമുന്നണിയുടെ കൺവീനറായിരുന്നു. CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം വരെയായിട്ട് അദ്ദേഹം വളർന്നു. ഒരു നാട്ടുപുറത്തുകാരനാണ്. വളരെ നിസ്വാർത്ഥനായ, ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു സഖാവാണ് പാലോളി മുഹമ്മദ് കുട്ടി. ആ പാലോളി എന്ന വാക്ക് തന്നെ അനർത്ഥമാക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം തന്നെ. അദ്ദേഹം അതേപോലെ തന്നെ
ഈ കോടിയേരി ബാലകൃഷ്ണൻ അസുഖബാധിതനായി ജില്ലാ സെക്രട്ടറി സ്ഥാനം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് താൽക്കാലികമായി മാറി നിൽക്കുകയും വിജയരാഘവൻ ആ സ്ഥാനത്തേക്ക് വരികയും ചെയ്തപ്പോൾ വിജയരാഘവൻ ചില ജില്ലാ സമ്മേളനങ്ങളിലൊക്കെ ചില ഇടപെടലുകൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് പാലോളിയാണ് പിണറായിയോടും കോടിയേരിയോടും പറയുകയും നിർബന്ധപൂർവ്വം കോടിയേരിക്ക് സുഖമില്ലാതിരുന്നിട്ടും വീണ്ടും ആ ജില്ലാ സമ്മേളന കാലഘട്ടത്തിൽ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകളും വ്യക്തി താല്പര്യങ്ങളും ആരും വെച്ചു പുലർത്താതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ വീണ്ടും സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് തിരിച്ചു വരാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്തത്. അങ്ങനെയാണ് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നിന്നുള്ള മുൻ MLA ആയിരുന്ന വി ശശികുമാർ, അതേപോലെ തന്നെ പൊന്നാനിയിൽ നിന്നുള്ള തലമുതിർന്ന നേതാവ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി സിദ്ദിഖ് തുടങ്ങിയവർക്കെതിരെ ചിലരുടെ വൈര്യനിര്യാതന ബുദ്ധിയുടെ ഭാഗമായി സംഘടനാപരമായി അച്ചടക്ക നടപടിയെടുത്തപ്പം പാലോളി അതിൽ ഇടപെടുകയും പാലോളി പാർട്ടിക്കകത്ത് കാരണം പാലോളിയെ ഇപ്പോഴും അന്ന് കോടിയേരിയാണെങ്കിലും ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പിണറായി ആണെങ്കിലും ഒക്കെ വളരെ ആദരവോട് കൂടിയിട്ടാണ് കാണുന്നത്. പാലോളി മുഹമ്മദ് കുട്ടി ഒരർത്ഥത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവേണ്ടിയിരുന്ന ആളാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിനുള്ള യോഗ്യത ഉണ്ടായിരുന്നു, അതിന് പറ്റിയ ആളായിരുന്നു. പക്ഷേ VS അച്യുതാനന്ദൻ അപ്പുറത്ത് നിൽക്കുന്നതുകൊണ്ട് അതിനുള്ള അവസരം ഉണ്ടായില്ല. ഇല്ലെങ്കിൽ ശരിക്കും പാലോളി മുഹമ്മദ് കുട്ടി അല്ലെങ്കിൽ 96-ലെ മന്ത്രിസഭയിൽ 96-ൽ നായനാരെ കൊണ്ടുവരാതെ പാലോളിയെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കേണ്ടതായിരുന്നു. കാരണം CH മുഹമ്മദ് കോയ മാത്രമാണ് ഒരു മുസ്ലിം സമുദായത്തിൽ നിന്ന് കുറച്ചു കാലമെങ്കിലും ഒരു മുഖ്യമന്ത്രി സ്ഥാനത്ത് വന്നിട്ടുള്ളത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ വന്നിട്ടില്ല. ഒരു ദളിത് വിഭാഗത്തിനൊരു കേരളത്തിൽ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. K. രാധാകൃഷ്ണന് പറ്റിയ ആളായിരുന്നു. അങ്ങേരെ പിടിച്ചിട്ട് ഡൽഹിക്ക് പറഞ്ഞയച്ചു. ഇതൊക്കെ CPM എടുത്ത് പറ്റിയിട്ടുള്ള ഒരുപാട് തെറ്റുകളാണ്. എന്തായിരുന്നാലും അങ്ങനെ ടി സിദ്ദിഖിനെയും വി ശശികുമാറിനെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു. അദ്ദേഹം ഒരുപാട് കാലം വാടക വീട്ടിലാണ് കഴിഞ്ഞതെന്ന് ഞാൻ പറഞ്ഞു. TK ഹംസാക്ക എന്നാണ് എല്ലാവരും വിളിക്കാറ്. ഇപ്പോൾ 88 വയസ്സുണ്ട്. അദ്ദേഹം സഖാവ് കുഞ്ഞാലിയുടെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് കുഞ്ഞാലിയെ വെടിവെച്ച് കൊന്നതുമായി ബന്ധപ്പെട്ട കേസിനകത്ത് ആര്യാടൻ്റെ വക്കീലായിരുന്നു. പക്ഷെ അന്ന് അദ്ദേഹം കോൺഗ്രസ് നേതാവായിരുന്നു, DCC പ്രസിഡന്റായിരുന്നു. എന്നാൽ 1982-ൽ അദ്ദേഹം ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മത്സരിച്ച് ആര്യാടൻ മുഹമ്മദിനെ അട്ടിമറിക്കുകയാണ് ചെയ്തത്. 87-ൽ അദ്ദേഹം പിന്നീട് ബേപ്പൂരിലേക്ക് പോകുന്നു. ബേപ്പൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് നായനാർ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാവുന്നു. 87-ലും 91-ലും 96-ലും അദ്ദേഹം ആ വിജയം ബേപ്പൂരിൽ ഹാട്രിക് വിജയം നേടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 96-ൽ മത്സരിച്ച് വിജയിച്ചപ്പോൾ അദ്ദേഹം ഗവൺമെന്റിന്റെ ചീഫ് വിപ്പായി മാറി. അതായത് മന്ത്രിയായിരുന്നു, 2 മണ്ഡലങ്ങളിൽ നിന്നുള്ള MLA ആയി, 4 പ്രാവശ്യം മൊത്തം MLA ആയി. നിലമ്പൂരിൽ ഒരു തവണ, 3 പ്രാവശ്യം ബേപ്പൂരിൽ, ഒരു തവണ ക്യാബിനറ്റ് റാങ്കോട് കൂടിയിട്ട് ചീഫ് വിപ്പായി, ഒരു തവണ ക്യാബിനറ്റ് മന്ത്രിയായി. അത് കഴിഞ്ഞിട്ട് 2004-ൽ അദ്ദേഹം മലപ്പുറത്ത് അട്ടിമറി വിജയം നേടി. മഞ്ചേരി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് KPA മജീദിനെ അട്ടിമറിച്ചുകൊണ്ട് പരാജയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ആ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം, ലോക്സഭയുടെ കേരളത്തിൻ്റെ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് വിജയം ഇടതുമുന്നണി നേടിയതാണ്. 20-ൽ 18 സീറ്റും നേടിയ തെരഞ്ഞെടുപ്പായിരുന്നു അത്. ഒരു സീറ്റ് മാത്രം UDFന്, ഒരു സീറ്റ് കിട്ടിയത് NDAക്കാണ്, PC തോമസിനാണ്. അങ്ങനെ 2004-ൽ അദ്ദേഹം മത്സരിച്ച് വിജയിച്ചു. അദ്ദേഹം MP ആയി. മലപ്പുറത്ത് അട്ടിമറി വിജയമാണ് നേടിയത്. മാപ്പിളപ്പാട്ടിൻ്റെയൊക്കെ വലിയ ആരാധകരാണ്. മാപ്പിളപ്പാട്ടുകൾ വളരെ അതിൻ്റെ ചരിത്രം ഹൃദയസ്ഥമാണ്. അത് നന്നായി മാപ്പിളപ്പാട്ട് ആലപിക്കുന്ന ആളാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മലബാർ ശൈലിയിലുള്ള പ്രസംഗം അതും ഏറെ ശ്രദ്ധേയമാണ്. മാത്രമല്ല പാലോളിയെ പോലെ തന്നെ ഇപ്പോഴും CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തോട് കൂറ് പുലർത്തുന്ന ആളാണ്. അധികാരമോഹങ്ങളൊന്നും ഇപ്പം ഇല്ല. സ്വരാജ് നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തുമായും PV അൻവറുമായും ഏറ്റുമുട്ടിയ തെരഞ്ഞെടുപ്പിനകത്ത് അദ്ദേഹം പറഞ്ഞത് സ്വരാജ് എൻ്റെ മകനാണ് എന്നാണ് പറഞ്ഞത്. അതായത് തൻ്റെ പാർട്ടിയിലെ ചെറുപ്പക്കാരായിട്ടുള്ളവരെല്ലാം തൻ്റെ മക്കളെ കാണുന്നത് പോലെ കാണുന്ന ആ പിതൃഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് ക്വാളിറ്റിയാണ്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം വരെ ആയി അദ്ദേഹം വന്നു, കോൺഗ്രസിൽ നിന്ന് വന്നിട്ട്. പിന്നീട് ഒന്നുള്ളത് PK ഗുരുദാസൻ. നമുക്കറിയാം, കൊല്ലത്ത് നിന്നുള്ള തലമുതിർന്ന നേതാവാണ്. വളരെ അടിത്തട്ടിൽ നിന്ന് പ്രവർത്തനം ആരംഭിച്ച് ജില്ലാ സെക്രട്ടറിയായി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായി, കേന്ദ്ര കമ്മിറ്റി അംഗമായി, VSന്റെ വളരെ അടുത്ത വ്യക്തിയെ വലങ്കയായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ 90 വയസ്സുണ്ട്. പക്ഷേ അദ്ദേഹം 10 വർഷം മുമ്പ് 80 വയസ്സെടുത്ത് 2016-ലെ തെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞു. അങ്ങനെയാണ് കൊല്ലത്തെ M മുകേഷ് വരുന്നത്. അദ്ദേഹം 2011-ൽ അവിടെ നിന്നുള്ള 2006-ലും 2011-ലും കൊല്ലത്ത് നിന്നുള്ള MLA ആയിരുന്നു. 2016-ൽ അദ്ദേഹം മാറി. അങ്ങനെ M മുകേഷ് വരുന്നു. 2021-ലും M മുകേഷ് വരുന്നു. മുകേഷിനാക്കിയത് അബദ്ധമായി പോയി എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അതിനൊന്നും വ്യത്യാസമില്ല. അദ്ദേഹം ലോക്കൽ സെക്രട്ടറി ആയിരുന്നു ഗുരുദാസൻ. CPMന്റെ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു, ഏരിയ സെക്രട്ടറി ആയിരുന്നു, ജില്ലാ സെക്രട്ടറി ആയിരുന്നു, സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായി, മന്ത്രിയായി, MLA ആയി, കേന്ദ്ര കമ്മിറ്റി അംഗമായി. അത് അദ്ദേഹത്തിന് ഈ വയസ്സ് കാലത്തും അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്നില്ല. ഓരോരുത്തരും MP MLA ഒക്കെ ആവുമ്പോൾ തന്നെ മന്ത്രിയൊന്നും ആവണ്ട, അല്ലാതെ തന്നെ അപ്പം തന്നെ കൊട്ടാരം പണിയും. അതിനുള്ള സോഴ്സ് ഉണ്ട് അവർക്ക്. അവർ പറഞ്ഞെടുത്ത് പൈസ കൊണ്ടു കൊടുക്കാൻ ആൾക്കാരുണ്ട്.
എന്നിട്ട് പി കെ ഗുരുദാസൻ ഇതിന്റെ പുറകെ പോയില്ല. പി കെ ഗുരുദാസന് ഈ വയസ്സുകാലത്ത് ഈ 10-90 വയസ്സായപ്പോൾ പാർട്ടിയാണ് ഒരു വീട് വെച്ച് കൊടുത്തത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. നിസ്വാർത്ഥനായ കമ്മ്യൂണിസ്റ്റ്. ടി കെ ഹംസാക്കിക്ക് പിന്നെ പാരമ്പര്യമായിട്ടുള്ള സ്വത്തുണ്ട്. ഹംസാക്കിയും ഹംസാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നേതാവൊന്നുമില്ല. ഹംസാക്ക മൂപ്പര് മഞ്ചേരി വന്നു കഴിഞ്ഞാൽ എനിക്കൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ തൊട്ടേ പരിചയമുള്ളതാണ്. കോളേജ് പഠിക്കുന്ന കാലത്ത് SFP കാലഘട്ടം തൊട്ടേ വളരെ ഡൗൺ ടു എർത്താണ് ഹംസാക്ക. എല്ലാവർക്കും സ്വീകാര്യനാണ്. അപ്പൊ അടുത്തത് പിന്നെ ഇനി പറയാനുള്ള 2-3 പേരെ കുറിച്ച് പറഞ്ഞാൽ പിന്നെ ഒന്ന് പറയാനുള്ളത് EP ജയരാജൻ. പോസിറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത്, EP ജയരാജൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു, കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു, ഇടക്കാലത്ത് LDFന്റെ കൺവീനറായിരുന്നു. EP ജയരാജനെ കാഴ്ചയിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു ഭീകര രൂപയിട്ട് തോന്നും, ഭയങ്കര ഗൗരവഭാവം ഒക്കെ. പക്ഷെ ആള് വളരെ ശുദ്ധനാണ്, അടുത്തറിയുന്നവർ പറയും. എന്തിനറിയാം, നമുക്കറിയാം അദ്ദേഹം ഇവിടെ വെടിയുണ്ടയും കൊണ്ട് ജീവിക്കുന്നൊരു മനുഷ്യനാണ്. പലരും പറയും വെടിയുണ്ട ഉണ്ടോ എന്നുള്ളത്, തെളിവുണ്ടോ എന്നുള്ളത്. എന്ത് തെളിവ്? അദ്ദേഹം അനുഭവിക്കുന്ന ദൈന്യതയാണ് തെളിവ്. അദ്ദേഹത്തിന് പിന്നെ ഒരു മര്യാദയ്ക്ക് കടന്നുറങ്ങാൻ കഴിയില്ല. അദ്ദേഹം പിന്നെ പലരുടെയും വീടുകളുടെ പ്രവാസികളായിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളുടെ പര്യടനത്തിനിടയിൽ പ്രവാസികളായ പലരുടെയും വീടുകളിൽ കിടക്കുമ്പോൾ അദ്ദേഹം ഉറങ്ങാൻ ബുദ്ധിമുട്ടുന്ന അസ്വസ്ഥതകളൊക്കെ പിന്നെ കുറിച്ചൊക്കെ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. വേണം എന്തിനേറെ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ രാജ്മോഹൻ ഉണ്ണിത്താനും EP ജയരാജനും കൂടി ഒരുമിച്ച് ട്രെയിൻ യാത്ര ചെയ്യുകയാണ്. ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനും ഇദ്ദേഹം അടുത്തടുത്ത് അപ്പുറത്തുള്ള സീറ്റിലാണ്. EP ഈ പിന്നെ പ്രത്യേക സംവിധാനങ്ങളൊക്കെ വെച്ചിട്ട് കിടക്കുകയാണ്. എന്നാലേ അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റുള്ളൂ, കിടക്കാൻ പറ്റുള്ളൂ. വേദനകളുണ്ട്, മരുന്നുണ്ട്, അതിന് പുറമെ പിന്നെ മറ്റേ കുന്തണ്ടല്ലോ, ആ സാധനമൊക്കെ കഴുത്തിൽ വെച്ചിട്ടാണ് കിടക്കുന്നത് പാടൊക്കെ. ആ സമയത്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ മകന് ആക്സിഡന്റ് പറ്റി എന്ന് പറഞ്ഞിട്ട് ഫോൺ കോൾ വന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ വിങ്ങി കരയുകയാണ്. എതിർ പാർട്ടിയിൽപ്പെട്ട ആളാ. രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ EP ജയരാജനെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. അപ്പം EP ജയരാജൻ ചോദിക്കുകയാണ് എന്താണ് പറ്റിയെന്ന് ചോദിച്ചു. അപ്പം ഇങ്ങനെ മകൻ ഇങ്ങനെ ഇത് പറ്റി. അന്ന് EP മന്ത്രിയാണ്. തിരുവനന്തപുരത്ത് എന്ന് ട്രെയിൻ ഇറങ്ങിയപ്പം രാജ്മോഹൻ ഉണ്ണിത്താനെ സ്വന്തം തൻ്റെ വണ്ടിയിൽ കയറ്റി, മന്ത്രിയുടെ കാറിൽ കയറ്റി ആശുപത്രി കൊണ്ടുപോയാക്കി വേണ്ട കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടാണ് ഇദ്ദേഹം പോകുന്നത്. പിന്നെയും വിളിച്ച് അന്വേഷിച്ചു. അങ്ങനെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പൊതുവെ ആൾക്കാരെ കുറിച്ച് അങ്ങനെ പിന്നെ എതിർ പാർട്ടിക്കാരെ കുറിച്ച് നല്ല വാക്ക് പറയുന്ന ഒരാളല്ല. പക്ഷെ അദ്ദേഹം സ്വന്തം അനുഭവത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, EP ജയരാജൻ എന്ന മനുഷ്യൻ ഒരു മഹാമനുഷ്യനാണ്, മനുഷ്യത്വമുള്ള മനുഷ്യനാണ്, ഹൃദയവിശാലതയുള്ള ആളാണ് എന്ന് പിന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേ രാജ്മോഹൻ ഉണ്ണിത്താനെ ചണ്ഡീഗഡ് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് വരുമ്പോഴാണ് അദ്ദേഹത്തിന് വെടിയേറ്റത്. സുധാകരനാണ് ഇതിന്റെ പിന്നിൽ നിന്നുള്ളതാണ് ആരോപണം. അതെന്തോ ആവട്ടെ. എന്തായിരുന്നാലും പിന്നീട് ഇദ്ദേഹം കുറച്ചു കാലം തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്നു. തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടുകയും അതിൻ്റെ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല അഡ്വോ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ചുമതല വഹിച്ചിരുന്നു. ആ കാലത്ത് അവിടെ SFPയുടെ പിന്നെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പ്രേംസിംഗ് ഉൾപ്പെടെയുള്ള സഖാക്കളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, വളരെ കൃത്യമായി ആരെങ്കിലും ഭാഗത്തുനിന്ന് എന്തെങ്കിലും അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രത്യാക്രമണം നടത്തണം എന്ന് പറയും. അതിൽ വിട്ടുപിടിച്ചൊന്നുമില്ല. ഇങ്ങോട്ട് കിട്ടിയാൽ കൊണ്ടു നിൽക്കലൊന്നുമല്ല പരിപാടി, അത് തിരിച്ചു കൊടുക്കണം എന്നുള്ളത് പറയും. അതേപോലെ തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. പ്രകാശ് ജാവദേക്കർ പിന്നെ അദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിൽ കൂടി പോയപ്പോൾ വീട്ടിലൊന്ന് കയറിയെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം BJP ചേരാൻ പോകുന്നു എന്നുള്ള പ്രചരണം നടത്തി. മൂപ്പരൊക്കെ കൊന്നാൽ BJP പോവോ കോൺഗ്രസ് പോവോ? ഇല്ല, വെറുതെ ഒരു പ്രചരണം. അതിന് പുറമെ P ജയരാജൻ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന്റെ മകന്റെ ആയുർവേദ റിസോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്ന ആരോപണം സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്തപ്പോൾ ആ സംസ്ഥാന കമ്മിറ്റിക്കകത്ത് അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. ഫ്ലാഷ് ന്യൂസുകൾ ഇങ്ങനെ TV പോകുമ്പം ജയരാജൻ അത് ചെയ്യില്ല, ജയരാജൻ അങ്ങനെ പറയില്ല, ജയരാജന് സത്യം അറിയാലോ എന്നാണ് EP പറഞ്ഞത്. ജയരാജൻ എന്തടിസ്ഥാനത്തിൽ അങ്ങനെ പോയിട്ട് ആരോപണം ഉന്നയിച്ചതെന്നുള്ളത് എനിക്കറിയില്ല എന്തായിരുന്നാലും. പക്ഷെ P ജയരാജനെ പോലും അന്ധമായി വിശ്വസിക്കുന്ന സ്ഥിതി EP ജയരാജൻ ഉണ്ടായിരുന്നു. പിന്നെ EP ജയരാജനെ ഈ വയ്യാടികൊക്കെ ആയിട്ട് കിടക്കണ മനുഷ്യനോട് പാതിരാത്രിയിൽ ബോക്സർ മുഹമ്മദ് അലി മരിച്ചു കഴിഞ്ഞപ്പം ഈ ഔചിത്യബോധമില്ലാത്ത പത്രപ്രവർത്തകർ വിളിച്ചിട്ട് ചോദിച്ചു, മുഹമ്മദ് അലി മരിച്ചു, എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു. മുഹമ്മദ് എന്ന് കേട്ടപ്പോൾ പുള്ളി എഴുതി ഇവിടുത്തെ എന്തോ സെവൻസ് ഫുട്ബോൾ കളിക്കാരനാണെന്ന്. മുഹമ്മദ് എന്ന് പറയുമ്പോൾ ഏതോ മലപ്പുറത്തുള്ള കോഴിക്കോടുള്ള ആളാണെന്ന് എഴുതി. മുഹമ്മദ് ഞാനും അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്ന് പറഞ്ഞു. ഉറക്കപ്പിച്ചയിലാണ്. അതേപോലെ തന്നെ മീഡിയ വൺ കാണിച്ചിട്ടുള്ള വൃത്തികേടുണ്ട്. ഇദ്ദേഹം വേൾഡ് കപ്പിന്റെ സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ പന്തൊക്കെ തട്ടിച്ച് അദ്ദേഹത്തെ കൊണ്ട് തട്ടിച്ചിട്ട് ഇഷ്ടപ്പെട്ട കളിക്കാരൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ മേഴ്സി എന്ന് പറഞ്ഞു. മെസ്സി എന്ന് പറഞ്ഞത് അത് മേഴ്സി എന്നും മിസിഹ എന്നും എന്നൊക്കെ പിന്നെ പ്രൊണൗൺസ് ചെയ്യാവുന്നതാണ്, ഇത് വലിയ തെറ്റൊന്നുമില്ല. അതോടുകൂടിയിട്ട് ഇദ്ദേഹത്തെ മേഴ്സി ജയരാജൻ എന്ന് പറഞ്ഞിട്ട് ഒരു മേഴ്സിയും ഇല്ലാതെ ആൾക്കാർ, ഒരു ധൈര്യവും ഇല്ലാതെ ആൾക്കാർ അദ്ദേഹത്തെ വിമർശിച്ചു. എനിക്ക് അതിനോടൊക്കെ വിയോജിപ്പുള്ള ആളാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ പക്ഷേ ഇദ്ദേഹം പാർട്ടി വിട്ടിട്ടുള്ള ഒരു കളിയില്ല. മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കണം, കണ്ണൂരിൽ നിന്നുള്ള ഇൻഡിഗോ വിമാനത്തിൽ തിരുവനന്തപുരത്തേക്ക് വരുമ്പം പിണറായി വിജയനെ കരിങ്കൊടി കാണിക്കുക എന്ന് പറഞ്ഞാൽ ആവേശത്തോട് കൂടിയിട്ടാണ്. എനിക്കറിയാവുന്ന ഒരു പയ്യനാണ് അതിലൊന്ന്, ഫർസീൻ മജീദ്.
എനിക്ക് വളരെ വേണ്ടപ്പെട്ട അടുപ്പമുള്ള ചെറുപ്പക്കാരനാണ്, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്, അധ്യാപകനാണ്. ഫർസീൻ ആവേശം കൂടിയിട്ട് ഫർസീനും ഫർസീൻ്റെ കൂട്ടുകാരനും കൂടിയിട്ട് കരിങ്കൊടി കൊണ്ട് മുന്നോട്ട് പോയപ്പം പി ജയരാജൻ വന്നിട്ട് ഒറ്റ തട്ട ഈ ശാരീരികമായ അവശതയുള്ള പി ജയരാജൻ ഈ ചെറുക്കന്മാർ രണ്ടും കൂടി തെറിച്ചുപോയി. വിമാനത്തിന്റെ ബാക്ക് സൈഡ് പൊളിച്ച് പുറത്തേക്ക് വീഴാതിരുന്നത് ഭാഗ്യം. പക്ഷെ അതിന്റെ പേരിൽ ഇദ്ദേഹത്തിന് വിലക്ക് ഏർപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ ഇനി മേലാൽ ഇൻഡിഗോ വിമാനത്തിൽ കയറില്ല എന്ന് തീരുമാനിച്ചു. പിന്നീട് അദ്ദേഹം വന്ദേ ഭാരതിലായി യാത്ര. ഒരു ശബ്ദം എടുത്ത് തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. ഇപ്പൊ ഇൻഡിഗോ കടന്ന് കുടുങ്ങുന്നത് നമുക്ക് കാണാമല്ലോ. ശരിക്കും പറഞ്ഞാൽ മൂപ്പര ശാപമാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് എനിക്ക് വൃത്തികേടുകൾ പറയുന്നതായിട്ട് തോന്നിയിട്ടുള്ളത് ഒന്ന് AK ബാലൻ. AK ബാലന് ഇപ്പോൾ 77 വയസ്സുണ്ട്. ബ്രണ്ണൻ കോളേജിൽ പിണറായി വിജയന്റെ സീനിയറായിട്ട് പഠിച്ചതാണ്. AK ബാലൻ മന്ത്രിയായിരുന്നു. 2006 തൊട്ട് 11 വരെ ഉള്ള കാലഘട്ടത്തിൽ മന്ത്രിയായിരുന്നു BS അച്യുതാനന്ദന്റെ മന്ത്രിസഭയിൽ. 16 തൊട്ട് 21 വരെയുള്ള കാലഘട്ടത്തിൽ പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു. 2 തവണ മന്ത്രിയായിരുന്നു. ഇവരെല്ലാം ജി സുധാകരനും ഒക്കെ അങ്ങനെ തന്നെ 2 തവണ മന്ത്രിമാരായവരാ. പാലോളി 2 തവണ മന്ത്രിയായതാ. PK ഗുരുദാസ് മാത്രം ഒരു ടൈം മന്ത്രിയായി. ഈ ബ്രണ്ണൻ കോളേജിൽ നിന്ന് പഠിച്ചു. അദ്ദേഹം തരൂരിൽ നിന്ന് പലതവണ നിയമസഭയിലേക്ക് എത്തി. അതേപോലെ തന്നെ കുഴൽമന്നത്ത് നിന്ന് മത്സരിച്ച് വിജയിച്ച് നിയമസഭയിലെത്തി. പക്ഷെ ഇപ്പൊ പാർട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ തലവേദന ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ നടത്തുക. ഒന്നും വേണ്ട, സന്ദീപ് വാര്യർ കോൺഗ്രസ് ഇവിടെയാണെന്ന് കേട്ടപ്പോൾ ഇയാൾ പറഞ്ഞത് എന്താ? AK ബാലൻ വിവരക്കേടല്ലേ പറഞ്ഞത്? തലയ്ക്ക് വെളിവില്ലാത്ത കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു CPM നേതാവ് പറയാൻ പാടുള്ളതാണോ? ഇതിലേക്ക് വരുന്ന ഉറപ്പുണ്ടെങ്കിലും ഒക്കെ 22 ക്യാരറ്റ് നല്ല തങ്കമാണ് സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞു. ഇതാ കിടക്കണം. പിറ്റേന്ന് സന്ദീപ് വാര്യർ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ കോൺഗ്രസിൽ ചേർന്നു. അപ്പോഴും ഇവർക്ക് പറഞ്ഞത് വിഴുങ്ങാൻ പറ്റുമോ? 22 ക്യാരറ്റ് തങ്കമാണെന്ന് പറഞ്ഞത് CPM മുൻ സംസ്ഥാന നേതാവ്, മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം, 2 തവണ മന്ത്രിയായ ആൾ, പലതവണ MLA ആയ ആൾ, അദ്ദേഹമാണ് പറയുന്നത്. ബ്രണ്ണൻ കോളേജിൽ പിണറായി വിജയന്റെ സീനിയറായിരുന്ന ആള് 22 ക്യാരറ്റ് തങ്കാണെന്ന് പറഞ്ഞത് വിഴുങ്ങാൻ പറ്റുമോ? കാരണം കാള പറ്റുമെന്ന് കേൾക്കുമ്പോൾ തന്നെ കയറെടുക്കുന്ന സ്വഭാവമാണ്. അതുകൊണ്ടാണ് പറ്റിപ്പോയത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഇപ്പം ഇടയ്ക്കിടയ്ക്കുണ്ട് ഈ നാക്കുളുക്കി എന്തെങ്കിലുമൊക്കെ വിവരക്കേട് വിളിച്ച് പറയുന്ന സ്വഭാവം AK ബാലനുണ്ട്. പല വിഷയങ്ങളിലായിട്ട് വിവരക്കേട് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. വിദ്യാഭ്യാസമുള്ള ആളാണ്, ഉന്നത വിദ്യാഭ്യാസമുള്ള ആളാണ്. അക്കാലത്ത് അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആളാണെങ്കിലും സാമ്പത്തികമായി ചുറ്റുപാടുണ്ട്, ഉന്നത വിദ്യാഭ്യാസമുള്ള ആളാണ്. മൂപ്പര ഭാര്യനെ പിടിച്ച് കഴിഞ്ഞവണ കോങ്ങാട് നിർത്താനൊരു ശ്രമമൊക്കെ നടത്തി നോക്കി. അത് നാട്ടുകാർ വിളിച്ച് കൈ കൊടുത്തു, പാർട്ടിക്കാർ. പിന്നീടുള്ളത് ജി സുധാകരൻ. അദ്ദേഹം രക്തസാക്ഷി ഭുവനചന്ദ്രന്റെ സഹോദരനാണ്. അതിലെല്ലാ ബഹുമാനവും ഉണ്ട്. രക്തസാക്ഷി കുടുംബത്തിൽപ്പെട്ടാണ്, രക്തസാക്ഷിയുടെ സഹോദരനാണ്. പക്ഷെ രക്തസാക്ഷികൾ 100 കണക്കിലില്ലേ ഇവിടെ? അവരുടെ എല്ലാം കുടുംബങ്ങൾക്ക് കിട്ടാത്ത പ്രിവിലേജ് ജി സുധാകരന് കിട്ടിയിട്ടില്ലേ? ജി സുധാകരന്റെ കവിത എഴുത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഭ്രാന്ത് മൂക്കുമ്പോൾ പുള്ളി കവിത എഴുതും. പിന്നെ ഒരു അഹങ്കാരവും ധാർഷ്ട്യവും ധിക്കാരവും, ഞാൻ എന്നുള്ളൊരു ഭാവം. ഇപ്പോഴും മത്സരിക്കണം എന്ന് കരുതി നിൽക്കുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണെന്ന് തോന്നുന്നു. അന്ന് അദ്ദേഹത്തിന് സീറ്റ് നിശ്ചയിച്ചു. പക്ഷേ 2021 തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചപ്പോൾ എവിടെയാണ് മത്സരിക്കുന്നത്, കായംകുളത്ത് മത്സരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ കായംകുളംകാരെ വിശ്വസിക്കാൻ കൊള്ളില്ല, ഞാൻ അമ്പലപ്പുഴയിലാണ് മത്സരിക്കുന്നതെന്ന് പറഞ്ഞു. പാർട്ടി സംസ്ഥാന കമ്മിറ്റി കൂടി പുള്ളി മത്സരിക്കുക തന്നെ വേണ്ടാന്ന് തീരുമാനിച്ചു. 2 ടൈം പൂർത്തീകരിച്ചവർക്ക് ഇനി മത്സരിക്കേണ്ടെന്ന് തീരുമാനിച്ചു. അന്ന് തൊട്ട് കൊതിക്കറുവാ. ഇടയ്ക്കിടയ്ക്ക് പാർട്ടിക്കെതിരെ ഒരു കൊട്ടുകൊട്ടും. അവിടുത്തെ ജില്ലയിൽ നിന്നുള്ള MLA-മാരെയും മന്ത്രിമാരെയും ബാക്കിയുള്ളവരെയൊക്കെ ഒരു കൊട്ടുകൊട്ടും. അവർ ഒരു മുതിർന്ന നേതാവല്ലേ എന്ന് കരുതിയിട്ട് ക്ഷമിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്, അനുനയിപ്പിച്ച് അങ്ങനെ പോവുകയാണ്. ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? 2 വട്ടം മന്ത്രിയായി അയാൾ 2006 തൊട്ട് 11 വരെ ദേവസ്വം ബോർഡ് വകുപ്പിന്റെ മന്ത്രിയായിരുന്നു. 16 തൊട്ട് 21 വരെ അതായത് അന്ന് VS-ന്റെ മന്ത്രിസഭയിൽ, പിന്നെ പിണറായിയുടെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു. മൂപ്പർക്ക് എന്താ വെച്ചാൽ ഭയങ്കര ചൊറിച്ചിലിൻ്റെ അസുഖമാണ്. ചൊറിച്ചിൽ കുറച്ച് കൂടുതലാണ്. നാക്കെടുത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കണ ഗുണാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതിനൊക്കെ പിടിച്ച് മ്യൂസിയത്തിലിടണം, അല്ലെങ്കിൽ AK സെന്ററിൽ ഒരു പ്രത്യേക സെല്ല് ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ കൊണ്ടുപോയി പൂട്ടിയിടണം. CPM-ന്റെ പ്രവർത്തകർക്കുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ, ബാധ്യത ഉണ്ടാക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റം. ഒരു നന്ദി വേണ്ടേ? ഇത്രയൊക്കെ സ്ഥാനത്തിരുത്തിയല്ലേ? ഇനിയും ഇരിക്കണം. പുതിയ തലമുറയ്ക്കൊന്നും വരണ്ടേ? മൂപ്പര് മാത്രമേ ഉള്ളൂ തികഞ്ഞ ആള്. VMS-ഉം ബാക്കിയുള്ളവരും ഒക്കെ നല്ല കമ്മ്യൂണിസ്റ്റുകാരായിരുന്നില്ലേ? മൂപ്പര് നോക്കുമ്പോൾ ലോകത്തായ ഏറ്റവും മികച്ച കമ്മ്യൂണിസ്റ്റുകാരൻ അത് ഞാനാണ്. പറയുന്നത് ആരാ? ഞാൻ തന്നെ, ജി സുധാകരൻ. ഇനി അടുത്തത് മണിയാശാനെ കുറിച്ചാണ്. ഇപ്പോഴും ഉടുമ്പൻചോലയിലെ MLA ആണ്. വൻ ഭൂരിപക്ഷത്തിലാണ് 2021 വിജയിച്ചത്. 2021 അദ്ദേഹം പരാജയപ്പെടുമെന്ന് മനോരമ ന്യൂസ് വരെ അവരുടെ എക്സിറ്റ് പോളിൽ അവർ പറഞ്ഞിരുന്നു, പ്രവചനത്തിൽ.
പക്ഷെ എന്നിട്ടും അദ്ദേഹം വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. പക്ഷെ കയ്യിലിരിപ്പ് എന്താ? പെമ്പിളെ ഒരുമയുടെ പ്രവർത്തകരെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർക്ക് അവിടെ മറ്റേ പണിയാണ്, മറ്റേ പണി, മറ്റേ ഏർപ്പാടെന്നൊക്കെയാണ്. പിന്നെ ഒരു മനുഷ്യനെ കൊന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, ആൾക്കാരെ കൊന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുത്തനെ കുത്തിക്കൊന്നു, ഒരുത്തനെ വെടിവെച്ച് കൊന്നു, ഒരുത്തനെ ചവിട്ടിക്കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യനെ കൊന്ന കാര്യമാണ്, പന്നിയെ കൊന്ന കാര്യമല്ല പറയണേ. ചോര കണ്ട അറപ്പ് മാറാത്ത, പിന്നെ ഒരു അറപ്പ് മാറിയ ഒരു മനുഷ്യൻ, ഒരു നരാധിപനായ മനുഷ്യൻ എന്നുള്ള രീതിയിലല്ല അദ്ദേഹത്തെ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന് ടങ് ക്ലീനർ പഠിച്ചു കൊടുക്കണം, നാക്ക് മര്യാദയ്ക്ക് പിന്നെ പഠിച്ചിട്ട് സംസാരിക്കാൻ പറയണം. ആൾക്കാർ പറയും, പലരും പറയും നാടൻ ഭാഷയിലുള്ളതാണ്, അദ്ദേഹം ഗ്രാമീണനാണ്, ഗ്രാമീണന്മാരെല്ലാം ചവിട്ടിക്കൊന്നു, കുത്തിക്കൊന്നു, തല്ലിക്കൊന്നു എന്ന് പറയില്ല, അല്ലെങ്കിൽ അവളുമാർക്ക് അവിടെ മറ്റേ പണിയാന്ന് പറയില്ല. ഇയാൾക്ക് 2-3 പെൺകുട്ടികളാണ്, ആ പ്രായത്തിലുള്ള അവരെക്കാളും പ്രായം കുറഞ്ഞ പിന്നെ സ്ത്രീകളെ കുറിച്ചാണ് ഈ തോന്നിയാസം പറയുന്നത്. അപ്പോൾ ഇത് അതേപോലെ തന്നെ കെ രമയെ നിയമസഭയിൽ വെച്ചിട്ട് വിധവ എന്ന് ആക്ഷേപിച്ചു. കെ രമ എങ്ങനെയാ വിധവയായതെന്നുള്ളത് പരിശോധിക്കണ്ടേ? വിധവ അങ്ങനെ ഒരു പാർലമെന്ററി സംവിധാനത്തിനകത്ത് അൺപാർലമെന്ററി ആയിട്ടുള്ള ഭാഷ ഉപയോഗിക്കുന്ന ഒരാള് വിധവ എന്ന് പറഞ്ഞാൽ അധിക്ഷേപിക്കുകയല്ലേ, അവരെ ഒന്നുകൂടെ നോവിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഞാൻ പറയുന്നത് ഇത്രയാണ്, പാലോളി മുഹമ്മദ്കുട്ടിയെയും പി കെ ഗുരുദാസിനെയും ടി കെ ഹംസയെയും പോലെ ആയിരിക്കണം റിട്ടയർമെന്റ് ലൈഫിൽ കമ്മ്യൂണിസ്റ്റുകാർ പോകേണ്ടത്. അല്ലാതെ ജി സുധാകരനെയും മണിയാശാനെയും ഒക്കെ പോലെ പിന്നെ ചൊറിച്ചിലിന്റെ അസുഖം കൊണ്ട് നടക്കുന്നവരാവരുത്. എ കെ ബാലനെയൊക്കെ പോലെ CPM ബാധ്യത ഉണ്ടാക്കുന്നത്, CPM എന്നല്ല കോൺഗ്രസിലാവട്ടെ. കോൺഗ്രസിലെ എ കെ ആന്റണിയെ കൊണ്ട് എന്തെങ്കിലും ശല്യമുണ്ടോ? ഇല്ല. വയലാർ രവിയെ കൊണ്ട് എന്തെങ്കിലും ശല്യമുണ്ടോ? ഇല്ല. തെന്നല ബാലകൃഷ്ണനെ പിള്ളയെ കൊണ്ട് എന്തെങ്കിലും ശല്യം ഉണ്ടായിരുന്നു? ഇല്ല. അതേസമയം ചില ആൾക്കാരുണ്ട്, കുടിയിലോട്ട് കാല് നീട്ടിയിരുന്നാലും അപ്പോഴും അധികാര സ്ഥാനത്തിരിക്കണം, അപ്പോഴും പുതിയ തലമുറയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ബാക്കിയുള്ള അങ്ങനെയുള്ള കുറെ നേതാക്കന്മാരുടെ പേര് പറയുന്നില്ല. BJP നിങ്ങൾ ആലോചിച്ച് നോക്കൂ, LK അദ്വാനി വാജ്പേയിക്ക് ശേഷം പ്രധാനമന്ത്രിയാവുമെന്ന് സ്വപ്നം കണ്ട ആളാ, അദ്ദേഹം ആയില്ല. പക്ഷെ അദ്ദേഹത്തെ എല്ലാ ബഹുമാനത്തോടും കൂടി മറ്റുള്ളവർ കൊണ്ടു കിടക്കുന്നുണ്ട്. പുതിയ തലമുറയ്ക്ക് വഴിമാറിക്കൊടുത്തു. അദ്ദേഹം പരാതികളും പരിഭവങ്ങളും ഒന്നുമില്ലാതെ കിട്ടിയ തനിക്ക് തന്ന അംഗീകാരങ്ങൾക്ക് നന്ദി സൂക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചെയ്യേണ്ടത്. ഏതൊരു പാർട്ടിയിലാണെങ്കിലും ആളുകൾ അങ്ങനെ ചെയ്യേണ്ടത്. ഇപ്പൊ PK അബ്ദുറബ്ബ് മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയൊക്കെ ആയിരുന്നു, MLA ആയിരുന്നു, കഴിഞ്ഞ തവണ സീറ്റ് കൊടുത്തിട്ടില്ല. ഉമ്മർ മാഷ്ക്ക് മഞ്ചേരി MLA ആയിരുന്നു 2 തവണ, കഴിഞ്ഞ തവണ സീറ്റ് കൊടുത്തില്ല. അവരവരുടെ പാർട്ടിക്കെതിരെ എന്തെങ്കിലും വർത്താനം പറയുന്നുണ്ടോ? കുമ്മനം രാജശേഖരനെ തിരുവനന്തപുരത്ത് വേണമെങ്കിൽ ലോക്സഭയ്ക്ക് പരിഗണിച്ചില്ല, അദ്ദേഹം എന്തെങ്കിലും പരാതി പറഞ്ഞു. അപ്പൊ ഈ എല്ലാ പാർട്ടിക്കകത്തുള്ള ആൾക്കാരും തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കപ്പുറം തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം, തങ്ങളുടെ രാഷ്ട്രീയം, അതിലേക്ക് വളർന്നു വരുന്ന പുതിയ ചെറുപ്പക്കാർക്ക് വേണ്ടി വഴിമാറി കൊടുക്കുകയും, പാർലമെന്ററി രാഷ്ട്രീയം മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിന് പറ്റിയ വേദി, അല്ലാതെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുകയും ചെയ്യണം. വൈക്കം മുഹമ്മദ് ഇതുവരെ കേരളത്തിൽ മന്ത്രിയായിട്ടില്ല. MOJ കോൺഗ്രസിന്റെ ഒന്നും ആകാതെ പോയി. അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. VM സുധീരൻ ആലപ്പുഴയിൽ തോറ്റ ശേഷം പിന്നീട് ഒരു പാർലമെന്ററി രംഗത്തേക്ക് വരാൻ തയ്യാറായിട്ടില്ല. പലതവണ അദ്ദേഹത്തോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം തയ്യാറായിട്ടില്ല. അപ്പൊ എന്തായിരുന്നാലും ഈ EP ജയരാജനെയും PK ഗുരുദാസിനെയും TK ഹംസയെയും പാലോളി മുഹമ്മദ്കുട്ടിയെയും പോലെയുള്ളവരെ മാതൃകയാക്കുകയും ഈ മണിയാശാനെ പോലെ വൃത്തികേട് പറയുന്ന, ബാലനെ പോലെ ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടാക്കുന്ന, അതേപോലെ തന്നെ ഈ സുധാകരനെ പോലെ ചൊറിച്ചിലിന്റെ അസുഖമുള്ള നേതാക്കന്മാരെ ബഹിഷ്കരിക്കുകയുമാണ് വേണ്ടത്. അവരൊന്നും നമ്മുടെ ആദരവ് അർഹിക്കുന്നില്ല, അത് ഏത് പാർട്ടിയിലായിരുന്നാലും ശരി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു.